ഹരിത വിവാദ കാലത്ത് നടപടി നേരിട്ട MSF നേതാക്കളെ തിരിച്ചെടുത്തു. ഫാത്തിമ തഹ്ലിയയ്ക്കും നജ്മ തബ്ഷീറയ്ക്കും യൂത്ത് ലീഗിൽ ചുമതല നൽകി. ഫാത്തിമ തഹ്ലിയെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും നജ്മ തബ്ഷീറയെ ദേശീയ സെക്രട്ടറിയായും നോമിനേറ്റ് ചെയ്തു. ലത്തീഫ് തുറയൂർ MSF ദേശീയ വൈസ് പ്രസിഡന്റാവും. MSF സംസ്ഥാന അധ്യക്ഷൻ നവാസിനെതിരായ ലൈംഗിക അധിക്ഷേപ പരാതി ഹരിത ഭാരവാഹികൾ പിൻവലിച്ചു. എസ് രഞ്ജിത്ത് വിശദാംശങ്ങളായി. രഞ്ജിത്ത്, പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നാണോ കാണേണ്ടത്? നികേഷ്, തീർച്ചയായും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പാണക്കാട്ട് നടന്ന ചർച്ചയിൽ ഈ നവാസിനെതിരായ പരാതി പിൻവലിക്കാനും അന്ന് നടപടിക്ക് വിധേയരായിട്ടുള്ള മുഴുവൻ MSF ഹരിത ഭാരവാഹികളെയും തിരിച്ചു കൊണ്ടുവരാനും തീരുമാനമായിട്ടുണ്ട്. അതിൽ നവാസിനെതിരായിട്ടുള്ള കേസ് കോഷ് ചെയ്യാൻ വേണ്ടി ഇവർ ഒപ്പിട്ട പരാതി കൊടുത്തു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇവർക്ക് ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന അത് ചന്ദ്രിക ദിനപത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഫാത്തിമ തഹ്ലിയ സംസ്ഥാന സെക്രട്ടറിയാവും, അതുപോലെ നജ്മ തബ്ഷീർ ദേശീയ സെക്രട്ടറിയാവും. അങ്ങനെ മുഴുവൻ ലത്തീഫ് തുറയൂർ MSFന്റെ ദേശീയ ഉപാധ്യക്ഷയാവും. മുഴുവൻ ഭാരവാഹികളെയും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ ഭാരവാഹിത്വത്തിലേക്ക് ഒരു വനിതാ നേതാവ് വരുന്നത് ഇതാദ്യമായിട്ടാണ്. നേരത്തെ MSFൽ ഹരിത എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ തന്നെ നജ്മ തബ്ഷീറയും ഫാത്തിമ തഹ്ലിയും വരുന്നത് ലീഗ് നേതൃത്വത്തിൽ വരുന്ന ഒരു വലിയ മാറ്റത്തിന്റെ കൂടി സൂചനയാണ്. നേരത്തെ PK നവാസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാതി നൽകിയതിനെ തുടർന്നും ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ലീഗ് നേതൃത്വം പറഞ്ഞിട്ടും പരാതിയിൽ നിന്ന് പിന്നോട്ട് പോവാതിരുന്നതിനെ തുടർന്നാണ് ഈ ലത്തീഫ് തുറയൂരിനെതിരെയും അതുപോലെ തെഹ്ലിയക്കെതിരെയും നജ്മ തബ്ഷീറയ്ക്കെതിരെയും ഹരിതയുടെ അന്നത്തെ ഭാരവാഹികൾക്കെതിരെ മുഴുവനായും നടപടി സ്വീകരിച്ചത്. അന്നത്തെ ഹരിത ഭാരവാഹികൾ ഇനിയുമുണ്ട് പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ. രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്.